സീസണിൽ ആദ്യത്തെ 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് 6 തോൽവിയും 1 സമനിലയും. നേടിയത് ഒറ്റ പോയിന്റ്. അവസാനം കളിച്ച 3 കളികളിൽ നിന്ന് 2 ജയവും 1 സമനിലയും. നേടിയത് 7 പോയിന്റ്. ആരാധകർ ഒന്നടങ്കം അവിശ്വസനീയതയോടെ ചോദിക്കുകയാണ്, എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഡേവിഡ് കറ്റാലയ്ക്ക് പകരം ആഷ്ലി വെസ്റ്റ്വുഡ് എത്തി. അയാൾ എന്തൊക്കെയോ ഊർജം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ കുത്തിനിറച്ചു. അമർ ചിത്രകഥകളിൽ ശക്തിമരുന്ന് കിട്ടി എതിരാളികളെയെല്ലാം വീഴ്ത്തുന്ന കണക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എതിർ ടീമുകളെ ഞെട്ടിക്കാൻ തുടങ്ങി. ബലം ചരിത്രത്തിലാദ്യമായി കണ്ടിരവ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC തോൽപ്പിച്ചു. തരംതാഴ്ത്തൽ ഉറപ്പിച്ചിരുന്ന സീസണിൽ അത്ഭുത പ്രകടനത്തോടെ രക്ഷപ്പെട്ടു. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ, നഷ്ടപ്പെട്ടു പോയ ആരാധക കൂട്ടം. അത് പക്ഷേ അങ്ങനെയൊന്നും വരില്ല. അത്രമാത്രം വെറുപ്പിച്ച് മാനേജ്മെൻറ്റ് തന്നെ കൊണ്ടുപോയി കളഞ്ഞതാണ് അവരെ. മാനേജ്മെൻറ്റ് മാറാതെ സ്റ്റേഡിയത്തിലേക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള അംഗീകൃത ഫാൻ ഗ്രൂപ്പുകൾ. ഒറ്റയും തെറ്റുമായി കളി കാണാൻ വരുന്ന 1000-ഓളം പേർ മാത്രമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിലെത്തി മത്സരം കാണാനുള്ളത്. നല്ല കളി കളിച്ച് അതിൻ്റെ എണ്ണം കൂട്ടാമെന്നല്ലാതെ 50,000-ഓളം കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം നിറയണമെങ്കിൽ ഫാൻ ഗ്രൂപ്പുകളും അവരുടെ കോർഡിനേഷനും വേണം. പണ്ട് വന്നിട്ടുണ്ട് 80,000-നടുത്ത് കാണികൾ ഇന്ത്യയുടെ മത്സരം കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ പുതിയ സാഹചര്യമാണ് പറയുന്നത്. നമുക്കിനി മത്സരത്തിലേക്ക് വരാം. ബംഗളൂരു FCക്ക് പിന്നാലെ ജംഷഡ്പൂരിനെതിരെയും ജയിച്ചതോടെ ട്രെൻഡിംഗ് ആയ ഒരു വാചകമാണ് മനസ്സിൽ വരുന്നത്, എൻ്റെ ഏട്ടൻ പണി തുടങ്ങി മക്കളെ. ആഷ്ലി വെസ്റ്റ്വുഡ് എത്ര പെട്ടെന്നാണ് ബിലോ ആവറേജ് ടീമിനെ ചാമ്പ്യൻ മെൻറ്റാലിറ്റിയുള്ള ഒരു ടീമാക്കി മാറ്റിയെടുത്തത്. പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചുള്ള കറ്റാലയുടെ സ്പാനിഷ് തന്ത്രത്തിന് പകരം വേഗമേറിയ ഫുട്ബോളാണ് ആഷ്ലി വെസ്റ്റ്വുഡ് അവലംബിച്ചത്. സ്ലോ ബിൽഡപ്പായിരുന്നു കറ്റാല ട്രൈ ചെയ്തത്. എന്നാൽ അതിനു തക്ക ക്വാളിറ്റിയും ബോൾ കൺട്രോളുമുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനില്ലായിരുന്നു. 4-2-3-1, 4-3-3 ശൈലിയിലാണ് കറ്റാല ടീമിനെ കളിപ്പിച്ചത്. ഡിഫൻസിൽ നിന്ന് മുന്നിലേക്ക് കയറ്റി അറ്റാക്ക് ചെയ്യുന്ന രീതി. എന്നാൽ കൗണ്ടറിൽ ബ്ലാസ്റ്റേഴ്സ് അടപടലമായി. പൊസഷൻ ഫുട്ബോളിന് നിൽക്കാതെ പന്ത് ലഭിച്ചാലുടൻ അറ്റാക്ക് ചെയ്യുന്നതാണ് വെസ്റ്റ്വുഡിൻ്റെ തന്ത്രം. മൈനസ് പാസ് എല്ലാം ഒഴിവാക്കി പന്ത് ലഭിക്കുമ്പോൾ തന്നെ എതിർ ബോക്സ് ലക്ഷ്യമിട്ട് താരങ്ങൾ കുതിക്കും. പ്രതിരോധത്തിലും മധ്യനിരയിലുമായി തളച്ചിടാതെ ആദ്യ മിനിറ്റ് മുതൽ ആക്രമിച്ച് കളിക്കുന്നതാണ് വെസ്റ്റ്വുഡിൻ്റെ രീതി. ജംഷഡ്പൂരിനെതിരെയും മാറ്റമൊന്നുമില്ല. തുടക്കം മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്തു തുടങ്ങി. നിഹാൽ സുധീഷിൻ്റെ ആദ്യ ഗോളും അതിമനോഹരമായൊരു ടീം വർക്കിലായിരുന്നു. കെവിൻ യോക്ക് നൽകിയൊരു ത്രൂ ബോൾ പിടിച്ചെടുത്ത് കരീം ബെനാരിഫ് മുന്നോട്ട് പോയി. കൈയുയർത്തി ബോക്സിലേക്ക് ഓടുന്ന നിഹാൽ സുധീഷിന് പാകത്തിലൊരു ക്രോസ്. നിഹാലിൻ്റെ കൃത്യമായ ഹെഡർ നോക്കി നിൽക്കാനേ ജംഷഡ്പൂർ കീപ്പർ ആൽബിനോ ഗോമസിനായുള്ളൂ. മറുവശത്ത് മെസ്സി ബൗളിയും സനാനും സിർക്കോവിച്ചുമെല്ലാം തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഫാളുവെൻ്റെയും ഗോളി അർഷുമെല്ലാം നിർവീര്യമാക്കിയത്. ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം ഗോളും നേടി. ഫ്രാഞ്ചുവും നിഹാൽ സുധീഷും ചേർന്ന് നടത്തിയൊരു നീക്കം. ലൈനിൽ നിന്ന് ഫ്രാഞ്ചു നൽകിയ ക്രോസ് ഡൈവിംഗ് ഹെഡറിലൂടെ വിപിൻ മോഹൻ ലക്ഷ്യത്തിലെത്തിച്ചു. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ ക്യാപ്റ്റൻ കൂടിയായ SA ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ജംഷഡ്പൂരിൻ്റെ പതനം പൂർത്തിയായി. മലയാളിത്തമുള്ള 2 ഗോളുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ 2ാം ജയവും ആദ്യ ഹോം ജയവും ആഘോഷിച്ചു. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ആഷ്ലി വെസ്റ്റ്വുഡ്. അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 4 മത്സരങ്ങളിൽ നിന്ന് 2 ജയം, ഓരോ തോൽവിയും സമനിലയും. അതും ഏറ്റവും മോശം സാഹചര്യത്തിൽ, പരിമിതമായ പ്ലെയേഴ്സിനെ വെച്ച്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ലൂണയും നോഹയും ഒക്കെയുള്ള ടീമിനെ ആഷ്ലിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. ഫ്രെഡിയെയും ഫ്രാഞ്ചുവിനെയും ബനാറഫിനെയും മറക്കുന്നില്ല. എങ്കിലും ഇന്ന് നിർബന്ധമായും പറയേണ്ട താരമാണ് കെവിൻ യോക്ക്. ഭേദപ്പെട്ട ഹൈപ്പുണ്ടായിരുന്നു യോക്കിന് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ. ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും നെയ്മറും ഡംബലിയുമെല്ലാം കളിച്ച പാരീസ് സെന്റ് ജെർമെയിൻ്റെ യൂത്ത് അക്കാദമിയിലൂടെ കളി പഠിച്ച കെവിൻ യോക്ക്. ഇരുവിങ്ങുകളിലും കളിക്കാൻ കഴിവുള്ള താരം. ഗ്രീസിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗുകളിൽ നിന്നുള്ള അനുഭവ സമ്പത്തുമായി എത്തുന്ന താരം. അങ്ങനെ എന്നാൽ പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കാതെ സ്കിൻ കിസ് പൊക്കിയെടുത്തൊരു താരമാണ് യോക്കെന്ന് പിന്നീടുണ്ടായ വെളിപ്പെടുത്തലുകളിൽ അറിഞ്ഞു. എന്നിരുന്നാലും കളത്തിൽ 100% കൊടുക്കുന്ന താരമാണ് യോക്ക്. നിങ്ങളൊന്ന് നോക്കൂ, ആസ് പെർ റിപ്പോർട്ട്സ് ഇത്തവണ ശമ്പളം പോലും ഇല്ലാതെയാണ് യോക്ക് കളിക്കുന്നത്, ലൈക്ക് അപ്രന്റീസ് ട്രെയിനി. എന്നിട്ടും എന്ത് ആത്മാർത്ഥതയോടെയാണ് അയാൾ ഗ്രൗണ്ടിൽ അധ്വാനിക്കുന്നത്. എൻഡ് പ്രൊഡക്റ്റിൽ ലൈക്ക് ഫൈനൽ പാസ്, റൺ ടു ദി ബോക്സ് എന്നിവയിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും യോക്കിൻ്റെ ഡെഡിക്കേഷനും സിൻസിയാരിറ്റിയും സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. അങ്ങനെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന കുറച്ച് താരങ്ങളെ കിട്ടിയാൽ മതി, ഈ ടീം നന്നാകും. ഇനി മാനേജ്മെൻറ്റിനോടാണ്. പണം കൊടുക്കാതെ കുറച്ച് താരങ്ങളെ വാങ്ങി അവർക്ക് പ്ലെയിങ് ടൈം നൽകി ഈ സീസൺ മുഴുവിപ്പിക്കാമെന്ന് കരുതിയെടുത്തു നിന്നാണ് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഫാൻ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നത്. ഗന്ധിതരമില്ലാതെയാണ് മിഡ് സീസണിൽ ക്വാളിറ്റി പ്ലെയേഴ്സിനെയും ആഷ്ലി വെസ്റ്റ്വുഡിനെയും കൊണ്ടുവന്നത്. ശേഷിച്ച മത്സരവും ജയിച്ചാലും
എല്ലാം മറന്ന് ആരാധക കൂട്ടം ഓടി വരുമെന്നൊന്നും കരുതേണ്ട. അവർ ഉന്നയിച്ച, മുൻ പരിശീലകർ ഉന്നയിച്ച ആരോപണങ്ങൾ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. അതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി അവരെ തിരിച്ചു കിട്ടൂ. തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിട്ട് ഓട്ടയടയ്ക്കുന്ന രീതി ഇനി വേവില്ല. ബാക്കിയുള്ള ടീമുകൾ കളി കൊണ്ടും കിരീടം കൊണ്ടും പിടിച്ചു നിന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിന്നത് ആരാധകർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് മറക്കേണ്ട. ഇനിയും അവരെ പരീക്ഷിക്കാൻ നിൽക്കരുത്.